നല്ല പ്രൊഫഷണൽസിനെ കാണുക എന്നുള്ളത് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രൊഫഷണൽ സപ്പോർട്ട് തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ള റിക്കവറി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവിടെ ഇപ്പോൾ ഒരു 3-4 സിറ്റിംഗ് എടുത്താൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയുന്ന ആളല്ല, അയാളുടെ അടുത്ത് ഇത് മുഴുവൻ വെറ്റ് ചെയ്യാം. ശരിക്കും സംഭവിക്കുന്നത് എന്താ? അവിടെ സംഭവിക്കുന്നത് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ്. സുജിക്ക് ഇത് വെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനിലൂടെയൊക്കെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി നന്നായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും ഞാൻ ടോട്ടലി കൺട്രോൾ അല്ല കേട്ടോ, ആളുകൾ ശരിക്കും അറിയാവുന്നവർക്ക് അറിയാം ഞാൻ പെട്ടെന്ന് എന്നാൽ പോലും ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ കാണുമ്പോൾ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഡേ ബൈ ഡേ കൂടി വരികയാണ്. അത് ആൻസൈറ്റി ആയാലും ഡിപ്രഷൻ ആയാലും. പക്ഷേ അവർക്കൊരു സ്റ്റിഗ്മ ആണ് ഒരു കെയർ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കാൻ, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ. ഈ സ്റ്റിഗ്മ കാരണം ഇന്ന് പലരുടെയും ജീവനും ജീവിതവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്റ്റിഗ്മ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യകതയുണ്ടോ? ഒരു പ്രൊഫഷണൽ കെയർ എടുക്കണമോ? എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നുള്ള സുജയുടെ ഒരു അഭിപ്രായം അറിയാൻ വ്യൂവേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു. നല്ല പ്രൊഫഷണൽസിനെ കാണുക എന്നുള്ളത് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ഈ അരവൈദ്യൻ ആളെ കൊല്ലുമെന്നാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി പെടാതിരിക്കുക. നല്ല പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പ്രൊഫഷണൽ സപ്പോർട്ട് തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സാണ് നമ്മുടെ ലൈഫിലെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി പോകും മോശം ആളുടെ അടുത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കൗൺസിലിങ്സ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്നുകിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് മാത്രമല്ല, വർക്കിൽ പ്രശ്നത്തിനൊപ്പം തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഉണ്ടാകുമ്പോഴത്തേക്കുമാണ് ആളുകൾക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റാതെ വല്ലാതെ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകുന്നതും ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയി വീണ് പോകുന്നതും ഒക്കെ. അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രൊഫഷണൽ അഡ്വൈസ് തേടുക. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവിടെ ഇപ്പോൾ ഒരു 3-4 സിറ്റിംഗ് എടുത്താൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവുക എന്നുള്ള റിക്കവറി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് നമ്മുടെ അതിൽ തന്നെ കിടന്ന് മുന്നോട്ട് പോയാൽ ഡെഫിനറ്റ്ലി ഒരിക്കലും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ പറയാനും കേൾക്കാനും ആളില്ലാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയുന്ന ആളല്ല, അയാളുടെ അടുത്ത് ഇത് മുഴുവൻ വെറ്റ് ചെയ്യാം, പൊട്ടിക്കരയാം, പൊട്ടിത്തെറിക്കാം. അതെ, അത് മുഴുവൻ നമ്മൾ എനിക്ക് കുറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിച്ചത്. അപ്പോൾ ഈ കുമ്പസാരത്തെക്കുറിച്ച് പറയും. ശരിക്കും സംഭവിക്കുന്നത് എന്താ? അവിടെ സംഭവിക്കുന്നത് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട്. നമ്മളതിനെ കുറച്ചുകൂടെ പ്രൊഫഷണൽ വേയിൽ നന്നായി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോവുക എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഉള്ള ആളുകൾ കൃത്യമായിട്ടുള്ള സഹായം പ്രൊഫഷണൽസിന്റെ സഹായം എടുത്തുകൊണ്ട് തന്നെ വെന്റ് ചെയ്യേണ്ടിയെടുത്തും അല്ലെങ്കിൽ ഒരു കെയർ എടുത്തും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ സുജയ, താങ്ക് യു സോ മച്ച്. ഒരു നല്ല സെഷനായിരുന്നു. ഒത്തിരി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്തെങ്കിലും എന്നോട് ഇതിൽ നിന്ന് ഈ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടെങ്കിൽ അതോടെ തീർച്ചയായിട്ടും അല്ല, നല്ലൊരു ഡയറക്ഷനാണ് സുജയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാലൻസ് ഉണ്ട് അതിനകത്തൊരു ഇമോഷണൽ ആകുക എന്ന് പറയുന്നത് നമ്മളെ എല്ലാ മനുഷ്യർക്കും ഉള്ള നേച്ചറാണ്. പക്ഷെ ഇമോഷണൽ ആകുന്നപ്പോൾ പ്രശ്നമല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെയല്ല, ഇമോഷണൽ ആകണം, പക്ഷെ അതിനെ നമുക്ക് കൺട്രോൾ ഇല്ലാതാകരുത്. അതെ, ഒരിക്കലും കൺട്രോൾ വിട്ട് പോകുന്ന ഞാൻ ഇമോഷണലായി ഒരാളെ പോയി ഉപദ്രവിക്കുന്നത് അതെൻ്റെ ഇമോഷണൽ സ്റ്റേറ്റസ് ആണെന്ന് പറഞ്ഞ് എനിക്കൊരിക്കലും പഠിതപ്പാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെ ഇമോഷണൽ നിരുപദ്രവകരമായിരിക്കണം. യെസ്, ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് ആവരുത്. നമ്മളുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് അതേപോലെ കൺസ്ട്രക്റ്റീവായിട്ട് മാറാമെങ്കിൽ ഏറ്റവും നല്ലത്. എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ കുപ്പി പറക്കുമെന്നു. ഞാൻ ചോദിച്ചു ഇനി വേറെ വല്ലതും ആണോ എന്നറിയാം. ഒന്നുകൂടെ ചോദിച്ചപ്പോഴാണ് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യും. 2 ആർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആയി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് കൺസ്ട്രക്റ്റീവ് ആകണം. കൺസ്ട്രക്റ്റീവ് ആകുമ്പോൾ അത് നമുക്കും നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു സുജയ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ഒത്തിരി ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊരു ഓപ്പൺ ടോക്കിന് ഒരു അവസരം തന്നതിൽ ഞങ്ങൾ എല്ലാവരും നന്ദിയുള്ളവരാണ്. ഒത്തിരി താങ്ക് യു സോ മച്ച്. താങ്ക് യു.